ബാലി ട്രാവൽ ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ഇവളി കാണിക്കണത് എന്ന് വിചാരിക്കരുത് പീപ്പിൾ. ഇത് നമ്മൾ ഫസ്റ്റ് ഡേ പോയിട്ടുണ്ടായിരുന്ന ടൈമിൽ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ ക്ലിപ്സും കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട് ആളുണ്ടായിട്ടുണ്ടായിരുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന ആൾ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ മൂപ്പര് പുറത്തായിരിക്കും ഉണ്ടാവുക. ഇത് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് ഞാനും യാസിം മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. സോ നമുക്ക് വിഷ്വൽസ് എടുത്ത് തരാൻ വേണ്ടിയിട്ട് ആളുകളില്ലായിരുന്നു. സോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് സ്നോർക്കലിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു, സീ വാക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം നമ്മൾ ടേർട്ടിൽ ഐലൻഡിലേക്ക് പോയി. ടേർട്ടിൽ ഐലൻഡിലേക്ക് പോയതായിരുന്നു കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ്, അല്ലെങ്കിൽ ഒരു സംതിങ് ഡിഫറെൻറ്റ് എന്ന് തോന്നിച്ചത് ആ ഒരു കാര്യമായിരുന്നു. ശരിക്കും നമ്മൾ ഈ ട്രിപ്പ് പോകുമ്പോൾ നമ്മളെ കൂടെ ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ഒരാൾ വേണം. അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ടേർട്ടിലെത്തിയപ്പോൾ ആദ്യം ഈ തവളക്കുഞ്ഞുങ്ങളെ പോലെ കിടക്കുന്നത് കാണുന്നില്ലേ, അത് 3 months ഒക്കെ പ്രായമുള്ള ആമക്കുഞ്ഞുങ്ങളാണ്. ലോട്ട്സ് ഓഫ് വെറൈറ്റീസ് ആമകളുണ്ടായിരുന്നു. അതിനെ കണ്ടിട്ട് അതിൻ്റെ ഏജൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇങ്ങനെ നോക്കിയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവർക്ക് അതിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ആമകൾക്ക് 200 വർഷമൊക്കെയാണ് ആവറേജ് ലൈഫ് സ്പാൻ എന്നാണ് +2 ബയോളജി ബുക്ക് പറഞ്ഞു തന്നത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആവശ്യം കൂടിയപ്പോൾ അതിൻ്റെ തലയിലൊക്കെ തൊട്ട് നോക്കണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വല്ലാണ്ട് ഓവറായിട്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ അത് തുപ്പി എറിയും. സോ നമ്മൾ ആ കളി അവിടെ നിർത്തി. നെക്സ്റ്റ് ഒരു പോണ്ട് ഓഫ് ഫുൾ ടർട്ടിൽസ് ആയിരുന്നു. ഈ നടുവിലിരിക്കുന്നവൻ കണ്ടില്ലേ, അവന് 80 വയസ്സുണ്ട് എന്നാണ് അവിടുത്തെ ആൾ പറഞ്ഞത്. ഈ ആസി കിട്ടിയ അറിവുകളൊക്കെ വേറെയുള്ള ഫോറിനേഴ്സിനൊക്കെ പറഞ്ഞെടുത്ത് മെയിൻ ആവുമായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് അധികം നേരം ഞങ്ങളിവിടെ ഇവർക്ക് കമൻറ്ററി ഒക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അവസാനം വരെ ഫുഡ് എന്നാണോ താങ്ക് യു എന്നാണോ പറയുന്നത്, എല്ലാം കൂടി കാട് ഇളകി ഞങ്ങളെ പിന്നാലും കരക്കേറിയുന്നു. ഇവിടെ കാണുന്ന ആമ മാത്രമല്ല കേട്ടോ, ഇഗ്വാന, മൂങ്ങസാറ്, പിന്നെ ഈ തലതിരിഞ്ഞവൻ അല്ലാന്നുണ്ടെങ്കിൽ തലതിരിഞ്ഞാടുന്നവൻ വവ്വാല്. ഞാനതിന് തലതിരിഞ്ഞിട്ടൊക്കെയാണ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നത്. അങ്ങനത്തെ കുറച്ച് ടീംസൊക്കെ ഇവിടെ ഉണ്ട്. ഒരുപാടൊന്നുമില്ല, ഒരു സൂ എന്ന് പറയാൻ മാത്രമല്ല, എന്നാൽ ചെറിയ ചെറിയ മാമൽസൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നല്ല അടിപൊളി ഭംഗിയുള്ള മയിൽ, സ്റ്റാർ ഫിഷ്, പിന്നെ ചെമ്മീൻ്റെ അമ്മാവനെന്ന് തോന്നിക്കുന്നൊരു കൈൻഡ് ഓഫ് ജന്തു, പിന്നെ മറ്റേ മുള്ളൻ മീൻ. എനിക്കറിയില്ല അതിൻ്റെ ഒന്നും പേരുകൾ, എനിക്കറിയില്ല എന്തൊക്കെ പേരിട്ട് ഞാൻ വിളിക്കുകയാണ്. സോ അവരൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ റിട്ടേൺ അടിച്ചു. ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നറും കഴിച്ചു. അവിടുത്തെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു, അതും കണ്ട് നമ്മൾ റിസോർട്ടിലേക്ക് തിരിച്ചു പോന്നു. സോ ദിസ് വാസ് ദ ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് ഓഫ് ബാലി.